എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി കിരൺ. ഇത് നമ്മുടെ സോപ്പ് മേക്കിംഗ് സീരീസിലെ 9ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ട് ഒരു ചാർക്കോൾ സോപ്പാണ്. ഈ ഒരു എപ്പിസോഡിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും നമ്മുടെ 10ാമത്തെ എപ്പിസോഡ്. ഹോം മെയ്ഡ് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോം മെയ്ഡ് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറിന്റെ മേക്കിംഗ് വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ വരാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 100 ഗ്രാമിൻ്റെ ഒരു ചാർക്കോൾ സോപ്പാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബേസ് ഞാൻ 105 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും എടുക്കുമ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പാണെങ്കിൽ ഒരു 2 ഗ്രാം മുതൽ ഒരു 5 ഗ്രാം വരെ കൂടുതലായിട്ട് എടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന മേക്ക് ചെയ്യുന്ന പാത്രത്തിൽ ഈ ഒരു സോപ്പ് ബേസ് ഒട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് വേസ്റ്റ് ആയി പോവും. ഫൈനൽ സോപ്പിൽ ആ ഒരു വെയിറ്റിൻ്റെ വ്യത്യാസം വരാതിരിക്കാനാണ് എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ പറയുന്നത്. അപ്പോൾ അതിനുള്ള സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തോട്ടുള്ള ഫ്രാഗ്രൻസ് ലെമൺ ആണ് ഞാൻ കൊടുക്കുന്നത്. നമ്മൾ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ ഉണ്ടാക്കുന്ന സമയത്ത് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈം ജ്യൂസ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ലെമണിൻ്റെ ഒരു കോമ്പിനേഷൻ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചാർക്കോൾ പൗഡർ, ഹോം മെയ്ഡ് ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ ഞാനൊരു 2 ഗ്രാം 100 ഗ്രാമിൻ്റെ സോപ്പിലോട്ട് 2 ഗ്രാമാണ് പൗഡർ ആഡ് ചെയ്യുന്നത്. പൗഡർ ഫോമിലുള്ള എന്ത് ആഡ് ചെയ്യുകയാണെങ്കിലും 2 ഗ്രാമാണ് ആഡ് ചെയ്യുക. അപ്പോൾ അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ പോവാണ്. മെൽറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചാർക്കോൾ പൗഡറും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മെൽറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ 2 ഗ്രാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. ചാർക്കോൾ പൗഡർ നല്ല രീതിക്ക് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലേ തന്നെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തതിന് ശേഷം ആണ് നമുക്ക് ഈ ഫ്രാഗ്രൻസ് ഒക്കെയും ആഡ് ചെയ്യാനുള്ളത്. നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ആയതുകൊണ്ട് 1 ml ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഫില്ലർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് ചെയ്യാം. വൈറ്റമിൻ ഇ ആഡ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം. വൈറ്റമിൻ ഇ കോൺസെൻട്രേറ്റഡ് ഓയിൽ ആകുമ്പോൾ ഒറ്റ ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. നമുക്കിനി മോൾഡിലോട്ട് ഒഴിച്ചു വയ്ക്കാം. 1 hourന് ശേഷം സോപ്പ് സെറ്റായിട്ട് സോപ്പ് കാണിക്കും. ഇപ്പോൾ 1 hourന് ശേഷം നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അൺമോൾഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറിന്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി.